ഓസ്ട്രേലിയക്കെതിരെ സ്വന്തം മണ്ണിൽ ഏകദിന പരമ്പര നഷ്ടപ്പെട്ടതിന് പിന്നാലെ T20 പരമ്പരയിലും ടീം ഇന്ത്യ പ്രതിസന്ധിയിലാണ്. ആദ്യ 2 മത്സരങ്ങളിലും ശക്തമായ തുടക്കം ലഭിച്ചിട്ടും മെൽബണിൽ രണ്ടാം T20യിൽ ഏറ്റ കനത്ത പരാജയം സൂര്യകുമാർ യാദവിനും സംഘത്തിനും ഒരു താക്കീതാണ്. അവസാനം കളിച്ച ഏഷ്യ കപ്പിലേതുപോലെ കാര്യങ്ങൾ സിമ്പിളായിരിക്കില്ലെന്ന് ഓസ്ട്രേലിയൻ പരമ്പര തെളിയിച്ചിരിക്കുന്നു. ഇനിയുള്ള മത്സരങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ മാത്രമേ ഏകദിനത്തിലെ തോൽവിക്ക് പകരം വീട്ടാനും T20 പരമ്പര സ്വന്തമാക്കാനും ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ. ഹോബർട്ടിലെ 3-ാം മത്സരം ഇന്ത്യക്ക് ഒരു മസ്റ്റ് വിൻ ചലഞ്ചാണ്. തുടർച്ചയായി ഒരേ ടീം കോമ്പിനേഷനെ പരീക്ഷിച്ച് ഇന്ത്യ ആദ്യ 2 മത്സരങ്ങളിലും വരുത്തിയ പ്രധാന പിഴവുകൾ നിരവധിയാണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനം മാറിയത് മധ്യനിരയുടെ താളം തെറ്റിച്ചു. സഞ്ജു 3-ാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്തതും സ്കൈ 4-ലേക്ക് മാറിയതും അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. ഡെത്ത് ഓവറുകളിലെ ബൗളിംഗ് പ്രകടനം ആശങ്കയുണ്ടാക്കി. കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവർ പ്രതീക്ഷിച്ച മികവ് പുലർത്തിയിരുന്നത് ഓസ്ട്രേലിയക്ക് സ്കോർ ഉയർത്താൻ അവസരം നൽകി. പേസ് ബൗളിംഗിൽ കൃത്യത കുറഞ്ഞതും തിരിച്ചടിയായി. ശിവൻ ദുബൈയെ പോലെ ബാറ്റിംഗിലോ ബൗളിംഗിനോ കാര്യമായി റോൾ നൽകാത്ത താരങ്ങളെ ടീമിൽ നിലനിർത്തിയത് ഫിനിഷിംഗ് റോളിൽ കരുത്ത് കുറച്ചു. ഹോബർട്ടിലെ 3-ാം T20യിൽ ടീം കോമ്പിനേഷനിൽ അടിയന്തരമായി മാറ്റങ്ങൾ വരുത്തേണ്ടതും അത്യാവശ്യമാണ്. ടീമിന്റെ മൊത്തത്തിലുള്ള ബാലൻസ് മെച്ചപ്പെടുത്താൻ ഈ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിലെ അനാവശ്യമായ റൊട്ടേഷനുകൾ അടുത്ത മത്സരത്തിലെങ്കിലും അവസാനിപ്പിക്കണം. ടോപ്പ് 4-5 സ്ഥാനങ്ങൾ സ്ഥിരമായി നിലനിർത്തുന്നത് ടീമിന് ആത്മവിശ്വാസം നൽകും. ഗില്ല്, അഭിഷേക് ശർമ്മ മാറ്റങ്ങൾ ആവശ്യമില്ല.